സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ആധാരങ്ങൾ എഴുതുന്നതിന് ആധാരമെഴുത്തുകാരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. ഇതൊരു വളരെ നൂലാമാല പിടിച്ചൊരു രംഗമാണ്. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതൊരു വക്കീലോ അല്ലെങ്കിൽ ആധാരമെഴുത്തുകാരനോ അല്ലാത്ത ഒരാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധ്യമാകില്ല എന്ന് തന്നെയാണ്. ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ആധാരമെഴുത്ത് സമൂഹമുണ്ട്. അവരെല്ലാം തെരുവിലേക്ക് ആക്കിക്കൊണ്ട് ഇങ്ങനെയൊരു എല്ലാവർക്കും എഴുതാന്നുള്ള സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ തൊഴിലേതരായി മാറും. ആ ഒരു കാര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്കുണ്ടാകുന്ന ഭാരിച്ച ഈ ചെലവ് അത് എപ്രകാരമാണ് അത് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ അതിനെന്ത് മറുപടിയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് പറയാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം കൂടി. നമസ്കാരം. CID മൂസ എന്ന സിനിമയിൽ ഒരു സുപ്രധാന രംഗമുണ്ട്. തോക്ക് ചോദിക്കുന്ന CID മൂസയോട് പോലീസ് ഓഫീസർ ഇങ്ങനെ പറയുന്നു: തോക്ക് തരാം, പക്ഷേ വെടിവെക്കരുത്. സമാനമായ സാഹചര്യമാണ് ഇക്കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ വകുപ്പിലും ഉണ്ടായിരിക്കുന്നത്. ആധാരം എഴുത്തിനുള്ള സംവിധാനങ്ങൾ വളരെ ലളിതമാക്കിയ രജിസ്ട്രേഷൻ വകുപ്പ് പക്ഷേ ആധാരം എഴുതാനുള്ള അവകാശം പൊതുജനങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തു എന്നുള്ളതാണ്. 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആധാരം എഴുത്ത് പൊതുജനങ്ങൾക്ക് കൂടി ആധാരം എഴുതാൻ കഴിയുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറ്റിയത്. എന്നാൽ അപ്പോഴും പൊതുജനങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെ നൂലാമാലകളും എഴുത്തിലെ ചില ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞയാഴ്ച അപേക്ഷാ ഫോറം തയ്യാറാക്കുന്ന മാതൃകയിൽ ഒരു ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും വളരെ എളുപ്പത്തിൽ ആധാരം എഴുത്ത് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ളതുമാണ്. എന്നാൽ അതേസമയം അതേ ഉത്തരവിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ഈ ആധാരം എഴുതാനുള്ള ഉത്തരവാദിത്വം അഭിഭാഷകർക്കും ആധാരം എഴുത്തുകാർക്കും മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്തു സർക്കാർ എന്നുള്ളതാണ്. ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആധാരം എഴുത്ത് ഇത്തരത്തിൽ അഭിഭാഷകർക്കും ആധാരം എഴുത്തുകാർക്കും മാത്രമായി നിജപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് 40 വർഷമായി ആധാരം എഴുതുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടുകാരനായ C. ധർമ്മേന്ദ്രൻ. നമ്മൾ നിലവിലെ ആധാരം എഴുത്ത് സംവിധാനം വളരെ പ്രയാസമേറിയ നിയമപരമായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് എഴുതി തയ്യാറാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. തീർച്ചയായും ഇത് നമ്മുടെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ധനകാര്യ സ്ഥാപനങ്ങളെ ബാങ്കിൻ്റെ ഒക്കെ ലീഗൽ അഡ്വൈസർമാർക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ആധാരം. അപ്പോൾ ഇത് പൊതുജനങ്ങൾ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്ത ആളുകളൊക്കെ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ ആധാരത്തിൽ വളരെയധികം നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ആധാരങ്ങൾക്ക് ഒന്ന് തന്നെ ഒരു വളരെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയില്ല. ബാങ്കുകൾ അത്തരം ആധാരങ്ങളൊക്കെ വളരെ ലോൺ കൊടുക്കാനൊക്കെ വിസമ്മതിക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ലോൺ കൊടുക്കാനും മറ്റൊക്കെ ആയിട്ട് ബാങ്കുകൾ വിസമ്മതിച്ചത് കൊണ്ടാണോ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറേണ്ടി വന്നത്? മാത്രമല്ല, അത് കേരളത്തിലെ സംഘടിതരായ ആധാരമെഴുത്തുകാരെ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന നമ്മൾ ആധാരമെഴുത്ത് ലൈസൻസി പരീക്ഷ പാസ്സായി സർക്കാരിലേക്ക് ലൈസൻസ് പുതുക്കുന്ന ഫീസ് കെട്ടി പുതുക്കുന്ന ആധാരമെഴുത്തുകാർ അവരുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നം കൂടി ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിലെ സമ്മർദ്ദം ചെലുത്തി സമരം നടത്തി ഞങ്ങൾ സർക്കാരിനെ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരിഷ്കാരം, ഇത്തരം മാറ്റത്തിന് സാധ്യമായത്. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ ഒരു മാറ്റം വരുന്നത്. അതായത് പൊതുജനങ്ങൾ കൂടി എഴുതാം എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ അതിന്റെ ഒരു മാതൃക പ്രസിദ്ധീകരിക്കുകയും അതനുസരിച്ച് തയ്യാറാക്കാമെന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇതെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ആ സമയത്ത് പറഞ്ഞിരുന്നത് ആധാരം എഴുത്തുകാർ വലിയ ഫീസ് വാങ്ങുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ആ രീതിയിൽ ആളുകൾക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റുമ്പോൾ തുടക്കത്തിൽ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും. അല്ല, അങ്ങനെയല്ല. സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ആധാരങ്ങൾ എഴുതുന്നതിന് ആധാരമെഴുത്തുകാരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു വളരെ നൂലാമാല പിടിച്ചൊരു രംഗമാണ്. മൈനർ സ്വത്തുകളും അതുപോലെ തന്നെ ആൾ ജീവിച്ചിരിപ്പില്ലാതെ നാടുവിട്ടുപോയ ആളുകളും അങ്ങനെ പല ആളുകളും ഏറ്റവും സ്വത്ത് ബന്ധപ്പെട്ട് ഉണ്ടാവും. ഭിന്നശേഷിക്കാരതും എല്ലാ ആളുകളുടെ അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ആളുകളും സ്വത്തുക്കളുണ്ടാവും. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതൊരു വക്കീലോ അല്ലെങ്കിൽ ആധാരമെഴുത്തുകാരനോ അല്ലാത്ത ഒരാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധ്യമാകില്ല എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനം, ഞങ്ങളുടെ തീരുമാനം. പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ടെംപ്ലേറ്റ് പരിഷ്കാരം വരുന്നുണ്ട് പുതിയ. അത് വളരെ വളരെ ലഘൂകരിച്ച രീതിയിൽ എല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആ പരിഷ്കാരം വന്നു കഴിഞ്ഞാൽ
എല്ലാവർക്കും എഴുതുന്ന രീതിയിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ അത് ആധാരം എഴുത്തുകാർക്കും വക്കീലന്മാർക്കും പരിമിതിപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാരിന് ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് ഇതിന് മാറ്റം വരുന്നുണ്ട്, ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. പക്ഷേ എഴുതാൻ സാധിക്കും വക്കീലന്മാർക്കും ആധാരം എഴുത്തുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത്. അത് നിങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ചുള്ള വലിയൊരു ആശ്വാസകരമായ, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസമാണ്. കാരണം പരമ്പരാഗതമായി എഴുതി പോരുന്ന ആധാരമെഴുത്ത് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ആധാരമെഴുത്ത് സമൂഹമുണ്ട്. അവർക്കെല്ലാം അവരെല്ലാം തെരുവിലേക്ക് ആക്കിക്കൊണ്ട് ഇങ്ങനെയൊരു എല്ലാവർക്കും എഴുതാന്നുള്ള സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ തൊഴിലേതരായി മാറും. ആ ഒരു കാര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, സർക്കാരിന്റെ ഈ തീരുമാനത്തെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ആധാരം എഴുതി തയ്യാറാക്കുന്നതിന് ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും നൽകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ വലിയ ഒരു തുക നഷ്ടം വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 2016-ൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുജനങ്ങൾക്ക് കൂടി ആധാരം എഴുതി തയ്യാറാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും വലിയ സ്വീകാര്യത അതിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ ജനങ്ങളെ വലച്ചിരുന്ന ഒരു കാര്യം ഇതിന്റെ ചില നടപടിക്രമങ്ങളും നൂലാമാലകളും ഈ എഴുത്തിലെ ഭാഷയും മറ്റുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കണം, അല്ലെങ്കിൽ അതെല്ലാം കുറെ കൂടി സുതാര്യമാക്കണം എന്നുള്ളൊരു ആവശ്യം പല കാലങ്ങളായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലം എത്തുമ്പോൾ ജനങ്ങളുടെ ആ ആവശ്യം പരിഗണിച്ചിരിക്കുന്നു. ആധാരം എഴുത്ത് സംവിധാനം കുറെ കൂടി ലളിതമായിരിക്കുന്നു. എന്നാൽ അതേസമയം ജനങ്ങൾക്ക് ആധാരം എഴുതാനുള്ള അവകാശം എടുത്തു കളയുകയും ചെയ്തിരിക്കുകയാണ്. ആധാരം എഴുതാനുള്ള അവകാശം കേവലം ആധാരം എഴുത്തുകാർക്കും അഭിഭാഷകർക്കും മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി എന്ത് ഉപകാരമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കുണ്ടാവുക എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ആധാരമെഴുത്തുകാരും അവരുടെ സംഘടനയും പറയുന്നത് തങ്ങളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ കാലങ്ങളായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അവർ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ജനങ്ങൾക്കുണ്ടാകുന്ന ഭാരിച്ച ഈ ചിലവ് അത് എപ്രകാരമാണ് അത് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ അതിനെന്ത് മറുപടിയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് പറയാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഈ വിചിത്രമായ തീരുമാനം ജനങ്ങളെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.